ട്രെയിലർ കണ്ടിട്ട് എന്താ തോന്നുന്നത്? അടിപൊളി പടാന്ന് തോന്നി. നല്ല ഫ്രെയിമാണ് എന്താന്ന് വെച്ചാ ലൂസിഫർ അത് അങ്ങനത്തെ അല്ലേ, എല്ലാരും അടിപൊളിയെന്ന് തോന്നുന്നു. ഇപ്പോ ടൊവിനോ അടിപൊളിയെന്ന് തോന്നുന്നു. കണ്ടിട്ടില്ല, ട്രെയിലർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. മോഹൻലാല്, പൃഥ്വിരാജ്, മഞ്ജു വാര്യര്, പിന്നെ സുരാജ് വെഞ്ഞാറമൂട്, ആള് ബെസ്റ്റ് ക്യാരക്ടറാന്ന് ട്രെയിലർ കണ്ടിട്ട് തോന്നി. എന്തായാലും കാണണം. ഈ ട്രെയിലറിൽ തന്നെ ബാക്കിൽ ഒരു റെഡ് ഡ്രാഗന്റെ ചിഹ്നം കാണിച്ചിട്ട് ഒരാൾ കാണിക്കുന്നുണ്ട്. അപ്പൊ അയാള് ആ ഒരു രൂപം കണ്ടിട്ട് ആവേശത്തിന്റെ ഫാഫനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും? ഇല്ല ഇല്ല ഇല്ല. താങ്ക് യു. ട്രെയിലർ കണ്ടിട്ട് എന്താ തോന്നുന്നത്? നേരെ ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റി ട്രെയിലർ ആയിരുന്നു. മലയാളത്തിലെ ഇങ്ങനത്തെ ഒരു ട്രെയിലർ വരുമ്പോൾ അങ്ങനെ കുറവാണ് കണ്ടിട്ടുള്ളത്. പിന്നെ 3 മണിക്കൂറിനടുത്തുള്ള പടമാണ്. 3 മണിക്കൂർ പടത്തിൽ 3.4 മിനിറ്റിനടുത്ത് ഓളം ഉള്ളൊരു ട്രെയിലറാണ്. അതിനകത്ത് എല്ലാവരുടെയും വിഷ്വലി നല്ലൊരു പടമാണെന്ന് നമുക്ക് തോന്നും. കാരണം തിയേറ്ററിൽ ഇപ്പോൾ ഒരുപാട് നല്ല പടങ്ങൾ വരുന്നുണ്ടെങ്കിലും ആൾക്കാർ തിയേറ്ററിൽ പോയി കാണുന്ന പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു ഇതിൽ ഇതുപോലൊരു പടം വരുമ്പോൾ ഭയങ്കര ഒരു നല്ല സിനിമ ഇൻഡസ്ട്രിക്ക് നല്ലൊരു ഇതായിരുന്നു. ഇപ്പൊ ഈ ടീസറിൽ കാണുമ്പോ ചെറുതായിട്ട് ട്രെയിലർ കാണുമ്പോ ഒരു ഡ്രാഗന്റെ പുറമേ തിരിഞ്ഞിട്ടുള്ള ഒരു ഇത് കാണിക്കുന്നുണ്ട്. അപ്പൊ അത് ആവേശത്തിലെ ഫാഫായിട്ട് കണക്ട് ചെയ്യാൻ അത് പലരും പറയുന്നുണ്ട്. മമ്മൂക്കയാണെന്ന് പറയുന്നുണ്ട്, ഫഹദ് ഫാസിലാണെന്ന് പറയുന്നുണ്ട്, ടൊവിനോ തന്നെയാണ്. അതിനകത്തൊരു ഡയലോഗിനകത്ത് പറയുന്നുണ്ട് ദൈവപുത്രനായിട്ടാണ് ഫസ്റ്റ് ലൂസിഫറിനകത്ത് ടൊവിനോയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ലാലേട്ടൻ തന്നെയാണ്. ഇതിനകത്തും ലാലേട്ടൻ തന്നെയാണ് പറയുന്നത് ദൈവപുത്രൻ വില്ലൻ ആകുമ്പോൾ ചെകുത്താനായി ആശ്രയിക്കാതെ വരാം. അപ്പം പല ചാൻസ് ഉണ്ട്. അതൊരു ഹിസ്റ്ററിയാണ്. അത് നമുക്ക് ചിലപ്പോൾ ഉണ്ട്. ടൊവിനോ ഇതിനു മുമ്പ് വില്ലനായിട്ട് വന്നിട്ടുണ്ടല്ലോ. ആയിരിക്കും അത് ധനുഷിന്റെ വില്ലനായിരുന്നു. അപ്പം പുള്ളിയെ ചിലപ്പം വില്ലനാകാം. കറക്റ്റ് അറിയണമെങ്കിൽ 27-ാം തീയതി തന്നെ കാണണം. ലിയോയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കേരളത്തില് ലിയോയുടെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ലിയോ ആ ടൈമില് കാരണം ഇത് സെക്കൻഡ് പാർട്ടായിട്ടൊരു പടമാണ്. ലൂസിഫർ ഓൾറെഡി നല്ല ഹൈപ്പാണല്ലോ. അപ്പം ഒരു 99% ചാനൽ പോസിറ്റീവ് റിവ്യൂ ആയിട്ട് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത് ബ്രേക്ക് ചെയ്യും. ആദ്യം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പക്ഷെ ആ ടീസറിന്റെ നമുക്ക് ആ ഒരു പിടിച്ചിരുത്താനുള്ള ഒരു ഫാക്ടർ ഇല്ലായിരുന്നു. പകുതിയൊക്കെ ആയപ്പോഴത്തേക്ക് ബോറടിച്ചു തുടങ്ങി. പക്ഷെ കണ്ടറിയണം. സിനിമ കാണാൻ ആകാംക്ഷയിലാണ് നമ്മളെല്ലാരും അല്ലേ? ടിക്കറ്റ് ഒക്കെ എടുക്കാൻ ഫസ്റ്റ് വീക്ക് വേണ്ടി തന്നെ നിന്റെ ട്രെയിലറിൽ തന്നെ ഒരു ഡ്രാഗന്റെ ഒരു പുറമേ തിരിഞ്ഞിട്ടുള്ള ഒരു രൂപം കാണിക്കുന്നുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് ആവേശത്തിലെ ഫഹദ് ഫാസിലിന്റെ രൂപമായിട്ട് തോന്നുന്നു. അങ്ങനെ നമുക്ക് ആരെ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. മീൻസ് ഇതുവരെ വില്ലനെ അവരെ കാണിച്ചിട്ടില്ല. പോസ്റ്റേഴ്സിലായാലും ടീസേഴ്സിലായാലും ഇല്ലുമിനാറ്റിന്റെ സിംബൽസ് കാണിക്കുന്നുണ്ട്. അപ്പൊ പൃഥ്വിരാജിന്റെ ഇല്ലുമിനാറ്റി ആയിട്ട് സിദ്ധാർത്ഥ, നിനക്കെന്താ തോന്നുന്നത്? എനിക്ക് തോന്നുന്നില്ല. എനിക്കങ്ങനെ തോന്നുന്നില്ല. അവര് സിമ്പിൾ ഇറക്കിന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. പിന്നെ ഈ ട്രെയിലർ കാണുമ്പോ തന്നെ ഇതില് ടോവിനോന്റെ വില്ലൻ ക്യാരക്ടർ എക്സ്പോസ് ആയി എന്ന് തോന്നുന്നുണ്ടോ? കാരണം അത് മഞ്ജു വാര്യരുടെ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, രക്തബന്ധത്തിൽ എനിക്ക് ഇനി ആകെക്കൂടി ഉള്ളത് മകള് കഴിഞ്ഞിട്ട് ആകെക്കൂടി ഇനി അവള് മാത്രമേ ഉള്ളൂ എന്നാ പറയുന്നത്. അപ്പൊ അത് കണ്ടിട്ട് എനിക്ക് വില്ലൻ ക്യാരക്ടർ ആയിട്ടൊന്നും തോന്നിയില്ല. ഞാൻ സത്യത്തിൽ കൃത്യമായിട്ട് ട്രെയിലർ കണ്ടില്ല, ടീസറാണ് കണ്ടത്. ഒരു തെലുങ്ക് സിനിമ പോലാണ് എനിക്ക് തോന്നിയത്. കണ്ടവരായിട്ടുള്ള ഒരിടത്ത് ചോദിക്കുന്നതായിരിക്കും നല്ലത്. ലിയോന്റെ ബാക്കി കേട്ടോ ബ്രേക്ക് ചെയ്യുമെന്നാണ്. ട്യൂസർ ഇറങ്ങിയപ്പോ ബ്രേക്ക് ചെയ്യുന്നായിരുന്നു. ഇപ്പൊ ഒരു എല്ലാവർക്കും ഡബിൾ മൈൻഡ് ആയിട്ടുണ്ട്. മീൻസ് ഒരു ട്രെയിലർ അതൊരു തെലുങ്ക് ഫീൽ ഉണ്ട്. കുറെ ഇന്റർനാഷണൽ അങ്ങനെ എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടുന്ന ഫാക്ടർ ആയിരിക്കത്തില്ല. ഇപ്പൊ ഇന്റർനാഷണൽ ഇത്രയും സാധനങ്ങൾ വരുമ്പോ എല്ലാവർക്കും അത്രയും കണ്ടിരിക്കാനുള്ള ഒരു ആകാംക്ഷ കാണത്തില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവ അത്ര ഒരു രോമാഞ്ചം വരുന്ന സീൻസ് കൂടുതൽ ടീസറിലായിരുന്നു. അപ്പൊ ഇതില് അത്രയ്ക്ക് അങ്ങോട്ട് തോന്നിയില്ല. പ്രിയദർശിനി രാംദാസ് അതായത് മഞ്ജു വാര്യർ പറയുന്നുണ്ട് രക്തബന്ധത്തില് എനിക്ക് ആകെ കൂടി ഇനി ഒരാളെ ഉള്ളൂ എന്നൊരു രീതിയിൽ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അപ്പൊ അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ടോവിനോട് ഒരു വില്ലൻ ക്യാരക്ടർ എക്സ്പോസ് ആവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഫസ്റ്റില് അവന് വന്നിട്ട് കുറെ പ്രസംഗിക്കില്ലേ, അത് കഴിഞ്ഞിട്ട് ഒരു പകുതി അങ്ങോട്ട് കഴിയുമ്പോഴല്ലേ ഇവന്റെ നല്ലവനാണ് അങ്ങനെ എനിക്കൊന്ന് മനസ്സിലാവണം. അങ്ങനെ എന്തൊക്കെ ഒരു ഭാഗമില്ലേ ഫസ്റ്റ് പാർട്ടില്. അപ്പൊ
അപ്പോ അത്രയ്ക്ക് അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോ കാല് വരും. ഇപ്പൊ ഇതിന്റെ ഒരു സിമ്പിൾ കാണിക്കുന്നില്ലേ ട്രെയിലറിൽ ചെറുതായിട്ട്? ഉം. അപ്പൊ ആ ഒരു പുറം ആ ഒരു രൂപം കണ്ടിട്ട് ആവേശത്തിലെ ഫഹദ് ഫാസിലിന്റെ ആ ഒരു രൂപമായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ശ്രദ്ധിച്ചില്ലേ? അങ്ങനെ തോന്നുന്നില്ലേ? അതൊന്നും അങ്ങനൊന്നുമില്ല. ട്രെയിലർ കണ്ടിട്ട് എന്താ തോന്നുന്നത്? ട്രെയിലർ കണ്ടിട്ട് പടം വിജയിക്കാനാണ് സാധ്യത കൂടുതൽ. ഇപ്പോ ടീസറിലായാലും പോസ്റ്റേഴ്സിലായാലും ഇല്ലുമിനാറ്റിന്റെ സിമ്പിൾസ് കാണിക്കുന്നുണ്ട്. അപ്പൊ പൃഥ്വിരാജ് ഒരു ഇല്ലുമിനാറ്റി ആണെന്ന് തോന്നുന്നുണ്ടോ? പൃഥ്വിരാജ് ഒരു ഇല്ലുമിനാറ്റിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലുമിനാറ്റി എന്നുള്ള രീതിയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, പോസ്റ്റിൽ ഞാൻ ശ്രദ്ധിച്ചല്ല. പക്ഷെ പൃഥ്വിരാജിന്റെ പടം ഇതുകൊണ്ട് മിക്കവാറും വിജയിക്കാൻ സാധ്യത കൂടുതലാണ്. സായിദ് മഖ്സൂദ സ്റ്റീഫൻ നെടുമ്പള്ളിന്റെ ആരായിട്ട് വരുമെന്നാ തോന്നുന്നത്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. പടം നോർമലി വിജയിക്കുമെന്നാണെന്നുണ്ടെങ്കിൽ വിജയിക്കും. നോർമലായിട്ട് പടം വിജയിക്കാനാ സാധ്യതയുള്ളൂ. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ എനിക്ക് പറയാൻ ആൻസർ ഉണ്ടാവില്ല. ടോവിനോന്റെ ഒരു വില്ലൻ ക്യാരക്ടർ എക്സ്പോസ് ആയി ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് തോന്നുന്നുണ്ടോ? ടോവിനോന് അങ്ങനെ വില്ലൻ റോളായിട്ട് വരാൻ ചാൻസ് കുറവാണ്. നോർമലി വേറെ വില്ലൻ ആവാൻ സാധ്യത കൂടുതൽ. ഫോറിനേഴ്സ് ഒക്കെ അവനായിരിക്കും വില്ലൻ സാധ്യത കൂടുതൽ. അല്ലാതെ നമ്മുടെ ഇന്ന് തന്നെ നോർമലായിട്ടുള്ള മോഹൻലാലിനോട് അത്ര വില്ലനായിട്ടുള്ള റോൾ തന്നെങ്കിൽ പുറത്തുനിന്ന് ആളുകൾക്ക് പറ്റുള്ളൂ. ഇതിനകത്തുള്ള റേഞ്ചിൽ പറ്റൂല. ഓക്കെ, ലിയോയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ ബ്രേക്ക് ചെയ്യുന്നു. അത് ചിലപ്പോ പറയാൻ പറ്റില്ല. എന്നുവെച്ചാല് വിജയ് എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലാണെങ്കിലും കേരളത്തിലാണെങ്കിൽ ഫാൻസ് കൂടുതലാണ്. മോഹൻലാലിന് തമിഴ്നാട്ടിൽ ഫാൻസ് ഉണ്ടാവില്ല, ഫാൻസ് കുറവായിരിക്കും. അങ്ങനെ വെച്ച് നോക്കുമ്പോ കേരളത്തിൽ ചിലപ്പോൾ അടിക്കാൻ ചാൻസ് ഉണ്ട്, വിജയൻ അടിക്കുന്നു. ട്രെയിലർ കണ്ടിട്ട് എന്താ തോന്നുന്നത്? ശരിക്കും ഞങ്ങൾ നല്ല എക്സൈറ്റഡ് ആണ്. എന്തായാലും റിലീസിന്റെ ടൈം തന്നെ ആവുമ്പോഴേക്കും പോയി കാണണമെന്നാണ് ഞങ്ങൾക്കൊരു വിചാരിച്ച് വെച്ചേക്കുന്നത്. നല്ല ട്രെയിലറാണ്. നമ്മൾ ട്രെയിലർ കണ്ടിട്ട് എന്താ തോന്നുന്നത്? എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നി. ഇപ്പൊ ടീസറിലായാലും പോസ്റ്ററിലായാലും ഇല്ലുമിനാറ്റിന്റെ സിമ്പിൾസ് കാണിക്കും. കണ്ടു. അതിപ്പോ ഐമാക്സിന്റെ ആ ഒരു ഏടുള്ളില് കണ്ടായിരുന്നു. അപ്പൊ പൃഥ്വിരാജ് ഇല്ലുമിനാറ്റി ആയിട്ട് തോന്നുന്നു. തോന്നുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ തോന്നുന്നുണ്ട് അവിടെ ഇവിടെ കേട്ട് നമുക്ക്. കാരണം ഫസ്റ്റ് ലൂസിഫർ കണ്ടതിന് മാച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അതിന് ഒരു ഇത് കിട്ടുന്നുണ്ട്. ഓക്കെ, ശരി.